എല്ലാ നല്ലവരായ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ ഒരു ടെക്നിക്കൽ ലെവലാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അടുത്ത ആഴ്ചയിലേക്ക് ഈ സ്റ്റോക്ക് എങ്ങനെയാണ് മൂവ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു ടെക്നിക്കൽ ലെവൽ ആണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അറിവിലേക്ക് വേണ്ടി പഠിക്കാനായിട്ട് ഒരു സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ കണ്ടീഷൻസ് പഠിക്കാനായിട്ട് ഈ വീഡിയോ ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുക. ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് ആദ്യമേ തന്നെ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്ന സ്റ്റോക്ക് ഇപ്പോൾ 399 രൂപ 50 പൈസയ്ക്കാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 399 രൂപ 50 പൈസയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ താഴ്ന്നുണ്ട് ഇവിടെ നിന്ന്, അതായത് 450 നിന്ന് താഴ്ന്നു 400 വരെ വന്നു, വീണ്ടും കയറിപ്പോയി, അത് 440 വരെ പോയി, വീണ്ടും താഴ്ന്നു, അത് ഏകദേശം 390 ആ റേഞ്ച് 400 വരെ വീണ്ടും താഴ്ന്നു, വീണ്ടും അതൊരു 430 വരെ കയറി, പിന്നെ ഒറ്റ ഫാളിട് 360ലേക്ക്, 360 നിന്ന് 420 വരെ പോയിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് നിൽക്കുന്നു. ഇനി എന്തായിരിക്കും ഈ സ്റ്റോക്കിൻ്റെ ഭാവിയിലേക്കുള്ള അല്ലെ മുന്നിലേക്കോ അല്ലെ മുകളിലേക്കോ അല്ലെ താഴേക്കോ ആണ് വ്യൂ എന്നതിനെ കുറിച്ചാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റോക്ക് വന്നു നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ 399 എന്ന ലെവലിൽ ഇതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ ലെവലിലൊരു പ്രത്യേകത ഉണ്ട്. ഒന്നാമത്തെ അതൊരു സൈക്കോളജിക്കൽ ലെവലാണ്, അതായത് 400, 300, 200 ഒരു കറണ്ട് ഫിർ സൈക്കോളജിക്കൽ ലെവലാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ ഈ 400 എന്ന് പറയുന്ന ആ ലെവലിൻ്റെ പ്രത്യേകത ഉണ്ട്. ഇവിടം വരെ പോയി, നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം, ഇത് ജൂൺ മാസം തൊട്ട് ഇവിടം വരെ പോയി 400 വരെ വീണ്ടും താഴ്ന്നു. ഇവിടെ നോക്കി 2 പ്രാവശ്യം ഇവിടെ ടച്ച് ചെയ്തു കണ്ടോ, അതിനുശേഷം വീണ്ടും താഴ്ന്നു പോയി, വീണ്ടും അത് ബ്രേക്ക് ചെയ്ത് പോയിട്ട് വീണ്ടും കണ്ട ഈ 410 വരെ പോയിട്ട് വീണ്ടും താഴ്ന്നത് ഈ ലെവലിലിട കണ്ട, അതിനുശേഷം വീണ്ടും ഹൈ പോയി കണ്ട, വീണ്ടും ഈ സെപ്റ്റംബർ പകുതിയോടുകൂടി ഈ റേഞ്ച് വരെ വന്നു, വീണ്ടും കയറിപ്പോ വേണ്ട ഈ റേഞ്ചിൽ കുറച്ച് നാൾ ട്രേഡ് ചെയ്തത്, വീണ്ടും വേണ്ട ഈ റേഞ്ചിൽ ട്രേഡ് ചെയ്ത്, അതുകൂടാതെ ഇവിടെയും കണ്ട ഈ റേഞ്ചിൽ ട്രേഡ് ചെയ്തു. അപ്പോൾ എത്രയോ പ്രാവശ്യം ആ റേഞ്ച് വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ കണ്ട ഇവിടെ നമുക്ക് നോക്കിയാലേ 420 നിന്ന് താഴ്ന്നു, പക്ഷെ താഴ്ന്നെങ്കിൽ കൂടിയും ലോ ബ്രേക്ക് ചെയ്ത് ഇവിടെ താഴ്ന്നു. ഒരു ദിവസം 3 ദിവസം മുമ്പ് 399 ക്ലോസ് ചെയ്തിട്ട് പിന്നെ അടുത്തത് ഡൗണിൽ ക്ലോസിങ് വന്നിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ വന്ന് നിൽക്കുന്നത് 399 50 ഇനി നമുക്കുള്ള ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി എന്തെന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു ട്രെൻഡ് ലൈൻ വരച്ച് നോക്കാം. ഇവിടെ നമ്മൾ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ, അതായത് ഇവിടുത്തെ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 420 മുകളിൽ, 420 ഇവിടെ 420 മുകളിൽ, അപ്പോൾ നമുക്ക് 420 മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു അപ്സൈഡ് മൊമെൻറ്റത്തിന് ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഈ റേഞ്ചിൽ ഈ ഗ്രീൻ ക്യാൻഡിലിന് താഴെ ഇവിടെ, അതായത് 358 SL ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കും. 420 മുകളിൽ നമുക്ക് ഗ്രീൻ ക്യാൻഡിൽ കിട്ടിയ ബൈയും 358 താഴെ വന്നു കഴിഞ്ഞാൽ അത് വിറ്റുമാറുന്ന രീതിയിലായിരിക്കണം നമുക്കിത്. ഇതാണ് നമ്മളെ ഒന്നാമത്തെ കണ്ടീഷൻ ഉള്ളത്. പക്ഷേ ഈ കറണ്ട് ലെവലിൽ നിന്നിട്ടാണ് ഞാൻ പറയുന്നത്, പ്രത്യേക ശ്രദ്ധ കറണ്ട്. ഇനി സപ്പോസ് നാളെ ഒരു ക്ലോസിങ് ഇവിടെ വന്ന് നിന്നു 380 നാളെ ക്ലോസിങ് എന്ന് വിചാരിക്കും സപ്പോസ്. അപ്പോൾ ഇതിൽ വാല്യബിൾ ഉണ്ടാവില്ല, അപ്പോൾ നമ്മളെ സ്റ്റോപ്പ് ലോസ് ഏരിയ മാറും. അപ്പോൾ ഈ റേഞ്ച് നമുക്ക് ബ്രേക്ക് ചെയ്ത് ഇപ്പോൾ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ്, അതായത് 400 എന്ന് പറയുന്ന നമ്മൾ പ്രീവിയസ് വരച്ച ആ 400 എന്ന് പറയുന്ന ആ ലെവൽ ബ്രേക്ക് ചെയ്യാണ്ടാണ് നിൽക്കുന്നത്. ആ 400 എന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് സപ്പോസ് നാളത്തെ പറയുന്നത് 380 എങ്ങനെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ വാല്യുബിൾ ഇല്ലത്. അപ്പോൾ പിന്നെ ഈ സ്റ്റോക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ സ്റ്റോക്ക് നമ്മൾ വിട്ടുകളയാം. അതല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 400 ഇതിൽ താഴെ ഈ ക്യാൻഡിൽ ഈ 390 താഴെ ക്ലോസ് ചെയ്യാതെ, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, അതായത് 388 താഴെ ക്ലോസ് ചെയ്യാതെ ഇവിടെ അങ്ങനെ ട്രേഡ് ചെയ്ത് ഇതിന് മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി. ഇനി നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇതിന് താഴെ ക്ലോസ് ചെയ്തിട്ട് പിന്നെ 420 പോയി കഴിഞ്ഞാൽ ഇത് വാല്യുബിൾ അല്ല. അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ കണ്ടീഷൻ മാറും.
ഇപ്പോൾ നാളെ ഇപ്പോൾ ഇവിടെ വന്നു, പിന്നെ ഇവിടെ വന്നു ക്ലോസ്, മറ്റന്നാൾ ഇവിടെ ക്ലോസ് ചെയ്തു, പിന്നെ ഇവിടെ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ടെക്നിക്കൽ കണ്ടീഷൻ മാറും. അപ്പോൾ അതിൻ്റെ സ്ട്രാറ്റജി മുഴുവനായിട്ട് മാറും. അപ്പോൾ ഈ കറൻറ്റ് പൊസിഷനിൽ ഇത് ക്ലോസ് ചെയ്യാതെ ഇവിടെ ഇത് ക്ലോസ് ചെയ്യാതെ, ഈ ലെവൽ ക്ലോസ് ചെയ്യാതെ ഇവിടെ ട്രേഡ് ചെയ്തു, ഇവിടെ ട്രേഡ് ചെയ്തു. സപ്പോസ് ഇവിടെ ഒരു ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബൈ എൻട്രി അവിടെ പരിഗണിക്കാവുന്നതാണ്. ഒരു അപ്സൈഡ് മൊമെൻറ്റ് നമുക്ക് അവിടെ കിട്ടും. ആ ടാർഗറ്റ് നമുക്ക് ഏകദേശം 440 വരെയെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യാം. ഉണ്ടായി 440 വരെയെങ്കിലും, തൊട്ടടുത്ത റെസിസ്റ്റൻസ് ആയ 440 വരെയെങ്കിലും ഇത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതാണ് നമുക്കിപ്പോൾ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ എന്ന് പറയുന്ന ഷെയറിൽ കാണാൻ പറ്റിയ ടെക്നിക്കൽ ലെവൽസ്. അപ്പോൾ എല്ലാവരും ഇത് വാച്ച് ചെയ്യുക, പഠിക്കുക. കണ്ടീഷൻസ് ബൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ടെക്നിക്കൽ മാസ്റ്ററുമായോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറുമായോ ചർച്ച ചെയ്തതിന് ശേഷം മാത്രം ബൈ എൻട്രി എടുക്കുക. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള വീഡിയോ ആയിട്ട് മാത്രം കാണുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.